അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വർഷങ്ങളായി ഇരുണ്ട കാലത്തിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? ലോകമിപ്പോൾ ഉറ്റുനോക്കുന്നത് ഫലസ്തീനിലേക്കാണ്. തൊട്ടടുത്ത നിമിഷം അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതിലേക്ക്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ യുദ്ധം ഒരുപാട് തരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്ങനെ തുടങ്ങി ഇസ്രായേൽ യുദ്ധം? എന്ന് മുതലാണ് ഇസ്രായേൽ രൂപം കൊണ്ടത്? 1917 ഫലസ്തീൻ എന്ന വലിയ രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധീനതയിലായത്. ഫലസ്തീൻ എന്ന രാജ്യമായിരുന്നു ആദ്യം അറിയപ്പെട്ടത്. ജൂതന്മാർ തങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കുടിയേറി പാർക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ അറബിയേക്കാൾ കൂടുതൽ ആളുകൾ ഫലസ്തീനിൽ ഉണ്ടാവുകയും ഇസ്രായേൽ എന്ന രാജ്യം 1948 രൂപം കൊള്ളുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഫലസ്തീൻ ഇസ്രായേലിന്റെ അധീനതയിലാവുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായത്. എന്നാൽ ലോകത്തെ സാക്ഷി നിർത്തി റഫയിലെ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ ബോംബുകൾ വർഷിക്കുന്നത് തുടരുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചിതറിത്തെറിച്ച ശരീരഭാഗങ്ങൾ പോലും പിറക്കിയെടുക്കുന്ന ദാരുണമായ കാഴ്ചയാണ് റഫേൽ കണ്ടുവരുന്നത്. ആക്രമണം മൂലം ഭവനരഹിതയായവർ കൂട്ടമായി താമസിച്ചു വരികയായിരുന്ന ടെന്റിന് മുകളിലേക്കാണ് സൈനിസ്റ്റ് സൈന്യം മിസൈലുകൾ വർഷിപ്പിച്ചത്. പ്ലാസ്റ്റിക് ഷീറ്റുകളും മുളകളും കൊണ്ട് നിർമ്മിച്ച ടെന്റുകളിൽ ആളിപ്പടർന്ന തീ അണയിച്ചു വരുമ്പോഴേക്കും കൂടുതൽ പേരും ടെന്റുകളിൽ ജീവനോടെ കത്തിയെരിയുന്നു. കൊല്ലപ്പെട്ടവരിൽ 80% സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമാണ്. ഇസ്രായേൽ എത്രയും വേഗം ആക്രമണം അവസാനിപ്പിക്കണമെന്ന് രാജ്യാന്തര നീതിന്യായ കോടതിയുടെ ഉത്തരവിനെ ചവിട്ടുകൊട്ടയിൽ എറിഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഈ നീക്കം. അതേസമയം ഇസ്രായേലിന്റെ നരഹത്യ തുടരുകയാണ്. 24 മണിക്കൂറിലൂടെ 12 ഫലസ്തീനുകളാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഫലസ്തീനുകൾക്ക് അഭയം നൽകുന്ന സ്കൂളുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് UN ഏജൻസി ഇസ്രായേൽ സൈന്യത്തോട് ആവശ്യപ്പെട്ടു. ഗസക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ 41,467 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. 95,921 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഫലസ്തീൻ വംശീയത തുടർന്നുകൊണ്ടിരിക്കെ തന്നെ സമീപ രാജ്യങ്ങളോട് ഇസ്രായേൽ കൊമ്പുകോർക്കുകയാണ്. ഫലസ്തീനെ അനുകൂലിക്കുന്ന പേരിലാണ് ലെബനാനിലടക്കം ഇസ്രായേൽ തിരയുന്നത്. ഇത്തരം ഒരു നീക്കുപോക്കൽ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.